ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ 2-3-4 ദിവസം കുട്ടികൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നേരത്തെ നീട്ടിട്ടൊന്നുമില്ല കേട്ടോ. നേരെ 7 മണി ആയിട്ടുള്ളൂ. 7 മണി ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ 7 മണിക്ക് നീറ്റ് നമുക്ക് ഇനി ഓരോ കാര്യങ്ങൾ വേഗം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഒരു മോർണിംഗ് വ്ളോഗിൽ കിടക്കട്ടെ വിചാരിച്ചു കേട്ടോ. അപ്പം കുളി കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് പുസ്തകം വെച്ചിട്ടല്ല പൂജിക്കാൻ വേണ്ടിയിട്ട്. കുളി കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുള്ളൂ. അപ്പം ആദ്യം ഞാൻ തലേ ദിവസം തുടച്ചിട്ടുകൊണ്ട് രാവിലെ നമ്മൾ തുടക്കില്ല. രാവിലെ മൊത്തത്തിലൊന്ന് അടിച്ചു പോരിടും. പിന്നെ 2-3 അലക്കാൻ വേണ്ടിയിട്ടുണ്ട്. എന്നിട്ട് കുളി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ നമുക്കിനി ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ ചെയ്തിട്ട് വീഡിയോ നിങ്ങൾ എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെന്താ, വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് ക്ലീനിങ് പരിപാടി ആദ്യം നോക്കിയിട്ട് ചില ദിവസം തന്നെയാണ് രാവിലെ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ നേരത്തെ നീറ്റ് കുളിക്കില്ല കേട്ടോ. ഈ പരിപാടി കണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുളിക്കുക. അത് പിന്നെ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിലാവും മിക്കത് അങ്ങനെ ചെയ്യാണ്ടാവുക. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാവിലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചരിഞ്ഞിട്ട് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നിൽക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. അരി മുക്കും ചേർത്ത് അടിച്ച് വാരി വരുമ്പോൾ തന്നെ കുറച്ച് സമയം പിടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു നമ്മൾ ഈ കാവ്യൊക്കെ ഇട്ടതാണെങ്കിൽ വലിയ സീനൊന്നുമില്ല. ഇവിടെ ഈ വൈറ്റ് കളറാവുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ ഈ മുടിയോ കുപ്പയൊക്കെ ഉണ്ടെങ്കിൽ വേഗം അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ എന്തോ ഒരു പോലെയല്ലേ. അപ്പോൾ അത് കാരണം എല്ലാവരും അങ്ങോട്ട് അടിച്ച് വരും. ഇതേപോലെ ചൂല് എത്തണോടത്തുള്ള മാറയിലെ കാര്യങ്ങൾ കൈയോടെ അങ്ങോട്ട് തട്ടുകയും ചെയ്യും. അതാകുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാസത്തിലൊരു പ്രാവശ്യം മാറാല തട്ടലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വലിയ പാടുണ്ടാവില്ല കേട്ടോ. മാറാല തട്ടി നമ്മുടെ വീട്ടിലില്ല കേട്ടോ. ഞാൻ അന്നാൾ ദിവസം നമ്മുടെ പഴയ വീട്ടിലൊക്കെ ആകുമ്പോൾ ഒരു പൈപ്പിൽ ഈ ഓലക്കൊടിയുടെ തുമ്പില്ലേ അത് കെട്ടിയിട്ട് അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് അന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കുക വെച്ച് കഴിഞ്ഞാൽ തുടയ്ക്കുന്ന കാര്യങ്ങൾ ഇന്നിപ്പോൾ ചെയ്യണില്ല. വൈകിട്ട് നമ്മൾ തുടയ്ക്കാറുണ്ടല്ലോ, അടിച്ചു വാരിയിടാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു വൃത്തിക്ക് അങ്ങനെ കിടന്നോളൂ. തലേ ദിവസം വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മൾ തുടയ്ക്കാറ്. അടിച്ചു വാരൽ രാവിലെ അങ്ങോട്ട് ചെയ്തിടുകയും ചെയ്യും. പിന്നെ ഈ തിരുമ്പലും കാര്യങ്ങളും അങ്ങോട്ട് കൈയോടെ ചെയ്യാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നേരം പിന്നെയും കൂടുകയും ചെയ്യും. നേരമല്ല, തുണികൾ പിന്നെയും കൂടുകയും ചെയ്യും, നേരം ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഉണ്ട് കൈയോടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുളിച്ചിട്ട് അടുക്കളയിൽ കയറാമെന്ന് വിചാരിച്ചു. ചില സമയങ്ങളിൽ സംസാരിക്കുമ്പോൾ ഇല്ലെങ്കിൽ കിട്ടാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതും പറയണതും വേറെ ആവാറുണ്ട്. അങ്ങനെ സോപ്പ് പൊടിയിലൊക്കെ തിരുമ്പാളതൊക്കെ ഒന്ന് മുക്കി വെച്ചിട്ട് വേഗം എടുത്താൽ ഇതൊക്കെ രാത്രി ഒരു പ്രാവശ്യം ഇടുന്നതും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഷോർട്സിന് വേണ്ടി ഇടുന്നതും അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ അതിൽ ചളിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും പറയണ പോലെ തന്നെ ഇവിടെ കണ്ണൻകുട്ടിയുടെ ഡ്രസ്സിലാണ് ചളി അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ. ഇന്ത്യൻ പൂജിട്ടിന് ഇതിലൊന്നും അഴുക്കല്ല, അങ്ങനെ ചളികളൊന്നും ഉണ്ടാവില്ല. നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങാനോ കളിക്കാനോ ഗ്രൗണ്ട് പോകാനൊന്നും നിൽക്കണില്ലല്ലോ. അവനാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുട്ബോൾ കളിയുടെ ആൾ. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഈ കിച്ചണിൽ നിൽക്കണ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ. അതന്നെ പിന്നെ ഞാൻ നല്ലോണം ശ്രദ്ധിക്കും അഴുക്കും കാര്യങ്ങളൊന്നും ആവാണ്ട് തന്നെ. അങ്ങനെ വേഗം തിരുമ്പാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഒരു തിരുമ്പാൻ കല്ല് കൊടുന്നിട്ടുകൊണ്ട് തന്നെ വലിയൊരു സമാധാനമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഈ മഴയത്തായിക്കോട്ടെ വെയിലത്തായിക്കോട്ടെ നമ്മൾ തോട്ടിലേക്ക് ഓടേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ 10 മിനിറ്റ് അരമണിക്കൂർ നേരം വൈകിയാലും വലിയ സീനൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് തിരുമ്പി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. വൈകിട്ടത്തിന് ഇന്ത്യയും വൈകിട്ടും ഉണ്ടാവും കേട്ടോ. നമ്മുടെ മേലെഴുകിയതും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് പൂജിട്ട് അങ്ങോട്ട് ചെയ്തോളും. ഇപ്പോൾ അത് ഞാൻ അങ്ങോട്ട് കൈയോടെ ചെയ്യാമെന്ന് വിചാരിച്ചു. തുടയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. വൈകുന്നേരം നമ്മൾ തുടക്കണേ കൊണ്ട് അടിച്ചു വാരി രാവിലെ തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ്നെസ് ഫീൽ അങ്ങനെയും നിന്നോളും. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇതല്ലേ കുന്തിരുകം അതും കൂടെ പോയിച്ച് കഴിഞ്ഞാൽ സീനായി. പിന്നെ ഈ ഒരു പൈപ്പിൽ ഇങ്ങനെ പൈപ്പിൻ്റെ ടാപ്പ് പൂട്ടാൻ വേണ്ടി പറ്റില്ല. ആ മേലത്തെ സാധനമല്ലേ അതങ്ങോട്ട് തിരിച്ചാലാണ് വെള്ളം വരുള്ളൂ. അത് ഓഫ് ചെയ്യുകയും ചെയ്യണം. പിന്നെ നല്ല ഫോഴ്സിൽ വരണോണ്ട് തന്നെ ഒരുപാട് നേരം നമ്മൾ പോസ്റ്റ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. തലേ ദിവസം അലക്കിയിട്ടതാണ് അവിടെ കിടക്കണ ആ 4 ഇതുവരെ ഉണങ്ങിയിട്ടില്ല. വൈകുന്നേരമല്ലേ നമ്മൾ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം 2-3-4 ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ. മഴ പെയ്യും, കുറച്ചും കൂടെ വെയിൽ വരും, മഴ പെയ്യും, വെയിൽ വരും, പിന്നെ വെയിൽ വരും, മഴ പെയ്യും. ഇതാണ് ഇവിടെ നടക്കുന്ന കളി. എന്നാൽ അടച്ചിട്ട മഴയല്ല, ഒരു നേരത്ത് വെയിലാണെങ്കിൽ ഒരു നേരത്ത് മഴയുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. പക്ഷേ ഉണങ്ങി കിട്ടാൻ പാടാണ്. ഉണങ്ങി ഇങ്ങോട്ട് വരുന്ന സമയത്തായിരിക്കും മഴ. ഞാൻ ഓടി പിടിച്ച് വരുമ്പോഴേക്കും മൊത്തത്തിൽ അത് മഴ പെയ്ത് നനഞ്ഞിട്ടും ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയണത്. തിരുമ്പൽ പിന്നെ അധികമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതങ്ങോട്ട് കൈയോടെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബക്കറ്റ് എടുക്കാൻ വേണ്ട മടിക്കാണ് ഒലിമ്പിട്ട് തന്നെ വേഗം പോയിട്ട് വിരിച്ചിടുന്നത്. അങ്ങനെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ വലിയൊരു പരിപാടി കുളി കഴിഞ്ഞാൽ അതങ്ങോട്ട് തീർന്നു. രാവിലെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിവസം ഒരുപാട് സമയം കിട്ടണ പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ.
നേരെ മറിച്ച് ഒരു 5 മണിക്കൊക്കെ എണീക്കുകയാണെങ്കിൽ ഇതിൽ ഇരട്ടി സമയം ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ സ്കൂളില്ലാത്തവനെ കൊണ്ട് നമ്മൾ അത്ര വലിയ റിസ്ക് എടുക്കണ്ട എന്ന് തോന്നി. ഞങ്ങൾ 3 കൂടെ പൊതിച്ചും കൂടി അങ്ങോട്ട് കിടന്നുറങ്ങാറാണ് കേട്ടോ. അപ്പോൾ പിന്നെ പുസ്തകം പൂജയ്ക്ക് വെച്ചുകൊണ്ട് തന്നെ കുളി കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ചായയുടെയും കാര്യങ്ങളൊക്കെ നോക്കാറുള്ളൂ. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ കിച്ചണിൽ മിക്കതും കുളി കഴിഞ്ഞിട്ടാണ് കയറാറ്. അല്ലാത്ത ദിവസങ്ങളിലും ഉണ്ട് കേട്ടോ. ഒക്കെ ഓരോ ദിവസം നമ്മുടെ മൂഡിനനുസരിച്ചും നമ്മുടെ സമയ സാഹചര്യത്തിനനുസരിച്ചും ചെയ്യാറുണ്ട്. മിക്കതും കുളിക്കും. ഇല്ലെങ്കിൽ അതെന്താ അറിയോ, മിക്കതും കുളിക്കുന്നത് അന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് സമയം കിട്ടും. ഞാൻ പറഞ്ഞല്ലേ, കുളിക്കാത്ത അന്ന് എങ്ങനെ പോയാലും എന്തെങ്കിലും മുട്ടിത്തിരിച്ചിലും കെട്ടിത്തിരിച്ചിലും കൊണ്ട് കുറേ സമയം അങ്ങോട്ട് വേസ്റ്റ് ആവണ പോലെ തോന്നും. അപ്പോൾ അതാ വിളക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി വേഗം ചായക്കടി ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതിനിപ്പോൾ ഇന്ന് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ കിട്ടി. എന്തായാലും നമുക്ക് അതന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുറി തൊട്ടില്ലെങ്കിൽ എന്തോ ഒരു മിസ്സായ പോലെ, എവിടെയോ എന്തോ ഒരു മിസ്സായ പോലെ തോന്നും. അപ്പോൾ കുറിയും കൂടെ തൊട്ടിട്ട് വേഗം അങ്ങോട്ട് അടുക്കളയിലേക്ക് കയറാം. അടുക്കളയിലേക്ക് കയറിയാൽ പിന്നെ ആദ്യം ചെയ്യുന്നത് ജനലുകളൊക്കെ ഒന്ന് തുറന്നിടുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടി പറഞ്ഞതാണ് കേട്ടോ, ചേച്ചി ഗ്യാസ് കത്തിക്കുന്നതിൻ്റെ മുന്നേ ജനലൊക്കെ ഒന്ന് തുറന്നിടണേ എന്നുള്ളത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞ ആ ഒരു ഓർമ്മയിൽ എന്നും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. മറ്റേത് ഞാൻ ഇതത്ര ശ്രദ്ധിക്കാറില്ല. വേഗം ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടാണ് പിന്നെ ഞാനൊന്ന് ജനലൊക്കെ തുറക്കാറുള്ളൂ. ഇപ്പോൾ ആദ്യം കിച്ചണിൽ കയറിയാൽ ജനലൊക്കെ ഒന്ന് തുറക്കൂട്ടാം. എന്നിട്ടാണ് ഗ്യാസ് സിലിണ്ടറൊക്കെ ഓണാക്കി കത്തിക്കാൻ വേണ്ടി മെനക്കെടാറുള്ളൂ. നമ്മൾ നല്ല കാര്യങ്ങൾ ഒരാൾ പറയണത് അതെടുക്കണം. അത് എത്ര മോശപ്പെട്ട ആളായിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര നല്ല ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ ആളായിക്കോട്ടെ, വലിയ അതങ്ങനെ ഒന്നുമില്ല കേട്ടോ അതിനകത്ത്. ഞാൻ അങ്ങനെയാണ്. അതിലിപ്പോൾ ഒരാൾ നമുക്ക് ഇഷ്ടമുള്ള ആളാണോ ഇഷ്ടമില്ലാത്ത ആളാണോ എന്നൊന്നുമില്ല. നല്ല ആളാണോ ആൾ പറയണമെങ്കിൽ ഞാനത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഓക്കെയാണ്. ഈ നെഗറ്റീവ് അടിക്കണവരെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളത് അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാറുള്ളൂ. അവരോട് പിന്നെ മറുപടി പറയാൻ തന്നെ നിൽക്കണത് എനിക്ക് തന്നെ നാണക്കേടാ. അതുകൊണ്ട് ഞാനതിന് മെനക്കെടാറുമില്ല. അങ്ങനെ കുറച്ച് നല്ല കുട്ടികളുണ്ട്. അവർ പറഞ്ഞതിനനുസരിച്ച് എപ്പോഴും ഞാൻ മറക്കാതെ എൻ്റെ മൈൻഡിൽ ആ ഒരു കമൻറ്റ് ഓർമ്മ വരാറുണ്ട് എന്നുള്ളതാണ്. ചെറിയൊരു കമൻറ്റാണ് അവരിട്ടതെങ്കിൽ കൂടെ എനിക്കത് അവർ പറഞ്ഞൊരു കാര്യം നമ്മളത് കേൾക്കണമല്ലോ, അതെപ്പോഴും എൻ്റെ മൈൻഡിൽ ഉണ്ടാവാറുണ്ട്. എന്നിട്ട് ഞാൻ വെള്ളമൊക്കെ വെച്ചു. ചായക്കല്ല വെള്ളം വെച്ചേ, നൂലുപുട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നൂലുപുട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ മാവൊക്കെ എടുത്തിട്ട് പൊടിയൊക്കെ എടുത്തിട്ട് അതൊന്ന് വാട്ടി കുഴയ്ക്കാൻ വേണ്ടി തിളച്ച വെള്ളത്തിലാണ്. എന്നിട്ട് അത് അങ്ങോട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് തിളച്ച വെള്ളത്തിൽ വാട്ടി കുഴച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി വെള്ളത്തിൽ ചായക്ക് വേണ്ടി എനിക്ക് മാത്രം മതിയല്ലോ നമ്മുടെ വീട്ടിൽ ചായ. അപ്പോൾ അതും കൂടെ വെച്ചു. നാളികേരം നിന്ന് ചിരകാണ് കേട്ടോ. നമുക്കെന്ത് കറിയൊന്നും എനിക്ക് സെറ്റ് ആക്കണില്ല. ഞങ്ങൾക്ക് 3 ആൾക്കും ഈ വെള്ളയപ്പത്തിനായിക്കോട്ടെ നൂലുപുട്ടിനായിക്കോട്ടെ തേങ്ങാപ്പാലാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പണിയെ ഈസിയാണ്, കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട്, കുറച്ചധികം ദിവസമായി. ഇനിയിപ്പോൾ വെള്ളയപ്പത്തിന് അരയ്ക്കണം എന്ന് വിചാരിക്കും. ഒരു ദിവസം ഞാൻ വിചാരിക്കും, തലേ ദിവസം ഞാൻ മറക്കുകയാണ് രാത്രിയിൽ ഈ ഒരു സംഭവം അരച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് എന്തായാലും മറക്കാത്തത് ചെയ്യണമെന്ന് വിചാരിക്കണം കേട്ടോ. വെള്ളയപ്പവും നാളികേരപ്പാലും സീനാണ്. അപ്പോൾ അതാ നാളികേരമൊക്കെ ചിരകിയിട്ട് ആ ഒരു ചിരട്ടല്ലേ ഞാനത് അവിടെ അങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അത് ചാക്കിലാക്കിയിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചത്. വിറ്റ് കഴിഞ്ഞാൽ നല്ല കാശാണ് ഇത്രേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ അടുപ്പില്ലാത്തതുകൊണ്ട് കത്തിക്കാൻ വേണ്ടിയിട്ടോ വലിയ ആവശ്യമില്ല. എന്നാലും ഞാനത് കളയില്ല, പെറുക്കിയെടുത്ത് വെക്കാം കേട്ടോ. നമുക്കത് എടുത്ത് വെക്കാം, പെറുക്കിയെടുത്ത് വെക്കല്ല, മാറ്റിയിട്ട് അതങ്ങോട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് ഓയിൽ ഉണ്ടായിരുന്നില്ല. ഓയിൽ പൊട്ടിച്ചിട്ട് നമുക്ക് കുപ്പിയിൽ ഒഴിച്ച് വെക്കാം കേട്ടോ. മൊത്തത്തിൽ അതിനകത്ത് കാലിയായി ഉണ്ടായിരുന്നു. തലേ ദിവസം ഞാൻ പിന്നെ വിചാരിച്ചു പിറ്റേ ദിവസം അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുക എന്നുള്ളത്. അപ്പോൾ അതും കൂടെ പൊട്ടിച്ചൊഴിച്ചു കയ്യോടെ. ചായക്കായ ആ സമയം കൊണ്ട് നമുക്ക് കട്ടൻ ചായ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു പണിയുടെ ഇടയിൽ ഞാനൊരു 1/2 ഗ്ലാസ് കട്ടൻ ചായ കുടിക്കും കേട്ടോ. അതാകുമ്പോൾ എനിക്ക് എന്തോ പോലെ, അല്ലെങ്കിൽ എനിക്കത് കുടിക്കാത്ത പോലെ എന്തോ വെപ്രാളം കിട്ടാറുണ്ട്. ഇപ്പം ഞാൻ മിക്കതും അതങ്ങനെ വെപ്രാളം വരുമ്പോഴും കുടിക്കാതെ നോക്കാറുണ്ട് കേട്ടോ. നമ്മളൊരു സാധനത്തിൽ ഓവറായിട്ട് അഡിക്റ്റ് ആവരുതെന്ന് പറയില്ലേ, അതുപോലെ ഞാനതൊന്ന് സ്കിപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. ബാക്കി ഇരിക്കണ ഓയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഇഡ്ഡലി തട്ടിൻ്റെ അതിനകത്തേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു വേഗം കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു പൊടി ഇതാ അരിപ്പൊടി, പൊട്ടരിപ്പൊടിയാണ് കേട്ടോ. ഞാനതൊന്ന് തീർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ടേസ്റ്റും ഇല്ല, മാവിനൊരു സോഫ്റ്റോ കാര്യമൊന്നുമില്ല, ഒരു തരിപ്പാണ്. ആ വാട്ടി കുഴയ്ക്കുമ്പോഴേ നമുക്കതിനൊരു സോഫ്റ്റ് ഇല്ല ആ പൊടി. എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. നല്ലോണം വാട്ടി കുഴച്ചിട്ടുണ്ട് തിളച്ച വെള്ളത്തിൽ. എന്നിട്ട് ഇനി നമ്മൾ ഈ ഒരു അച്ചിലേക്ക് ഇട്ട് പീച്ചാന്ന് പറയുന്നതാണ് വലിയ ടാസ്ക്. ഞാൻ പറയാറില്ല എൻ്റെ വലത് കൈയിൻ്റെ ഏകദേശം പണി മുടക്കിയിരിക്കുക എന്നുള്ളത്. ഈ ഒരു തിരിക്കലും കൂടെ ആകുമ്പോഴേക്കും അത് 3/4 ഭാഗവും ആവും കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, കഴിക്കാനുള്ള കൊതി കൊണ്ട് നമ്മളാണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിള്ളേർക്കും ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമുക്ക് നല്ലോണം ഇങ്ങനെ കയ്യിന് ബലം കൊടുത്ത് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ തന്നെ അതാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് തന്നെ പാടാം, പിന്നെ കുട്ടികളുടെ കാര്യം പറയാനുണ്ടോ. അങ്ങനെ നമ്മൾ ആദ്യം കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ ആദ്യം ഇത് പീച്ചും നാളികേരം ഇടും, പിന്നെ പീച്ചും. അല്ലെങ്കിൽ ആദ്യം നാളികേരം ഇട്ട് കൊടുക്കും, ഇത് പീച്ചും. ചിലവർ ഇതിനകത്ത് നാളികേരം ഇടില്ല. എനിക്ക് നാളികേരം ഇടണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് നൂലുപുട്ടിൽ നാളികേരം ഇട്ടില്ലെങ്കിൽ. അതുകൊണ്ട് ഞാൻ ഇത്തിരിയെങ്കിലും ഇടും. അങ്ങനെ ഇട്ടിട്ട് നമ്മളിതാ ഇഡ്ഡലി കുക്കറിൽ വെച്ച് കൊടുക്കുക. ഇതിൽ പെട്ടെന്ന് ആയിക്കോളും. പക്ഷേ ലാസ്റ്റിലത്തേലും ഒഴിക്കാൻ പറ്റില്ല, അതിൻ്റെ മേലത്തേലും വെക്കാൻ പറ്റില്ല. വേഗം വെള്ളം കയറിയിട്ട് നാശാവും. അതുകൊണ്ട് അത് രണ്ടും സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളതിലൊക്കെ വെച്ചിട്ട് ഞാനതാ പ്രഷർ കുക്കർ, നല്ല ഇഡ്ഡലി കുക്കർ ഗ്യാസിൽ വെക്കാൻ വേണ്ടി നിൽക്കുക. എന്നിട്ട് കൈയോടെ അവിടേക്ക് ഒന്നിട്ട് തുടച്ചു. നമ്മൾ മാവ് കുഴച്ചതിൻ്റെയും നാളികേരത്തിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളും പൊടികളൊക്കെ അവിടെ ഉണ്ടാവും. പെട്ടെന്ന് ഉറുമ്പ്
ഉറുമ്പ് വരും കേട്ടോ. ഉറുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുമപ്പ് വലിയ ഉറുമ്പ് ഇല്ലാതായിരിക്കും. അപ്പോൾ അതിങ്ങനെ വരുമ്പോൾ വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ കൈകൊണ്ട് വേഗം അവിടെ തുടച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു ഭാഗം തുടയ്ക്കുമ്പോൾ മൊത്തത്തിൽ ആ ഒരു സൈഡ് അങ്ങോട്ട് തുടച്ച് പൊക്കോളും. അപ്പോൾ അതുകൊണ്ട് വലിയ പാടൊന്നുമില്ല. അപ്പോൾ തുടക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നാളികേരപ്പാൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ രാവിലത്തെ വ്ലോഗ് കൊണ്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് 2-3 ദിവസമായി വിചാരിക്കുന്നു. ലീവുള്ള ദിവസങ്ങളിൽ ആ കാര്യങ്ങളൊന്നും നടക്കാറില്ല കേട്ടോ. വിചാരിക്കലൊക്കെ വലിയ കാര്യമായിരിക്കും. എന്നാൽ ലീവില്ലാത്ത ദിവസങ്ങളിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒട്ടുമിക്ക പണികളും കാര്യങ്ങളും നടക്കാറ്. ഇവിടെ ഇപ്പോൾ പൂജുട്ടിയും കണ്ണൻകുട്ടിയും ഉണ്ടെങ്കിൽ പൂജുട്ടിയാണെങ്കിൽ വീഡിയോ എടുത്തു തരുന്ന ആൾ, കണ്ണൻകുട്ടി പിന്നെ പറഞ്ഞ പോലെ കളിക്കാനും കാര്യത്തിനൊക്കെ ആയിട്ട് പൊക്കോളും. പൂജുട്ടിയാണെങ്കിൽ കുറച്ച് നേരം സമയം കിട്ടുമ്പോഴേക്കും നമുക്ക് ഉറങ്ങല്ലേ, കുറച്ച് നേരം ഉറങ്ങിയിട്ട് അടുത്ത് കുറച്ച് നീട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നെ അത് അങ്ങോട്ട് ഉറങ്ങും. പിന്നെ അടുത്ത സമയമാകുമ്പോഴേക്കും ഷോർട്സ് എടുക്കലും ഉണ്ടാവില്ല, വീഡിയോ എടുക്കലും ഉണ്ടാവില്ല. അന്നത്തെ ദിവസം മൊത്തം പോകും. അങ്ങനെ 2 ദിവസം പോയിട്ട് 3-ാം ദിവസമാണ് ഇരിക്കുന്നത്. നാളെ മറ്റന്നാൾ സ്കൂൾ തുറക്കുകയാവും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ നാളികേരപ്പാൽ പിഴിയാൻ വേണ്ടിയിട്ട് ജാറിൽ നാളികേരം ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാൽ പിഴിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ ഒരു ജ്യൂസ് അരിപ്പിൽ ഞാനിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അധികം ലൂസാക്കരുത്, കുറച്ച് കട്ടിക്ക് വരുമ്പോഴാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ അതിൽ പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നാളികേരപ്പാൽ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയിട്ട് നൂൽപുട്ടിലേക്ക് ഇത് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിലവർക്ക് ഇത് ഇഷ്ടമാവും, ചിലവർക്ക് ഇഷ്ടാവില്ല. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. കറീനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം നാളികേരപ്പാലാണ്. അതുകൊണ്ട് അതങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കി ഇരിക്കുന്ന പാത്രങ്ങൾ കൈയോടെ അങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞാൽ പാത്രങ്ങൾ ഇരട്ടിക്കും. അതുകൊണ്ട് ഇരിക്കുന്നത് 2-3 ആണെങ്കിൽ കൈയോടെ അങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ആ ഒരു വാഷ് ബേസും കാര്യങ്ങളും ഒന്ന് അങ്ങോട്ട് ക്ലീനാക്കി കൈയോടെ തന്നെ ക്ലീനാക്കി അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ ആ എടുത്ത പാത്രങ്ങൾ എടുത്തോടത്ത് അങ്ങോട്ട് കൈയോടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു തേങ്ങാപ്പാലിലേക്ക് നാളികേരപ്പാലില്ലേ അതിനകത്തേക്ക് പഞ്ചസാര ഇടാൻ വേണ്ടിയിട്ട്, ആ മധുരം വേണം ഇതിനകത്തേക്ക്, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ഇനി നൂലുപെട്ടായി കഴിഞ്ഞാൽ നമുക്ക് വേഗം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. കണ്ണൻകുട്ടി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇന്നിപ്പോൾ രാവിലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുളിച്ചിട്ടേണ് ചായ കുടിക്കാൻ വേണ്ടി തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അവൻ ഇങ്ങനെ മുട്ടിയും തിരിഞ്ഞും കുറേ നേരമൊക്കെ നിൽക്കും. പടിയാണ് രണ്ടാൾക്കും കുളിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ കാലത്തെ എന്തിനപ്പോൾ തന്നെ കുളിക്കുന്നു, കുറച്ചിട്ട് കുളിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വായ അടപ്പിക്കാറാണ് പതിവ്. പുസ്തകം വെച്ചതിൻ്റെ ശേഷം അവൾ രാവിലെ കുളിച്ചിട്ടാണ് ചായ തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി വേഗം നൂലുപുട്ട് ആയത് നമ്മൾ പാത്രത്തിലേക്ക് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. താഴെ തന്നെ നമ്മൾ അതിനകത്ത് എണ്ണ പുരട്ടി കൊടുത്തുകൊണ്ട് തന്നെ വലിയ പാടൊന്നുമില്ല എടുക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് കിട്ടിക്കോളും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. വലിയ സോഫ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ പൊടി ഒരു പൊടി ആയതുകൊണ്ട് തന്നെ വലിയ സോഫ്റ്റ് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഈ വാട്ടി കുഴച്ച നൂലുപുട്ടൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ഇരുന്ന് കഴിക്കാം, അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ രണ്ടാമതും ഒരു ട്രിപ്പിനും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ അങ്ങോട്ട് പീച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി ഇരിക്കാമെന്ന് വിചാരിച്ചു. അതങ്ങോട്ട് കൈയോടെ അങ്ങോട്ട് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. ഞാൻ പിന്നെ ബാക്കി ഇരിക്കുന്നതില്ല അട ഉണ്ടാക്കിയല്ലോ എന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ഈ പൊടി ഒരു ഉഷാറില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങോട്ട് സ്കിപ്പ് ചെയ്തു. വേണ്ട ഇനിയിപ്പോൾ തന്നെ അങ്ങോട്ട് പോട്ടെ വിചാരിച്ചിട്ട് ഞാനും പൂച്ചിട്ടും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നൂൽപുട്ടും തേങ്ങാപ്പാലും ഒക്കെ കൂടെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കട്ടൻ ചായ ഉണ്ട്, എനിക്കൊരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ട്. ഇവർ ആവശ്യമുള്ളിടത്ത് ആവശ്യമില്ലാത്തടത്തൊക്കെ കറണ്ട് ഇടും. എന്നിട്ട് ഞാൻ ചെരുപ്പ് വീടിനകത്തിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാലുവേദന എടുക്കൂട്ടോ. ഈ ഒരു തണുപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാരണം ഞാൻ ചെരുപ്പ് ഇടാറുണ്ട്. പിന്നെ എനിക്ക് ചെരുപ്പിട്ട ശീലമുള്ളതുകൊണ്ട് വീട്ടിനകത്ത് ചിലപ്പോഴും ചിലപ്പിടില്ല. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാനത് ഓർമ്മിച്ച് അവിടെ ഊരി വയ്ക്കുകയും ചെയ്യും. അതിന് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നൂൽപുട്ടും നാളികേരപ്പാലൊക്കെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. മറ്റാൾ ഇപ്പോൾ വെറുതെ ഉള്ള അപ്പോഴേക്കും അവൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ കാര്യമൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയത്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്നിട്ട് അവന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാളികേരപ്പാൽ കൂട്ടി കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടമുള്ളവർക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ചിലർ പറയാം ഈ ഇങ്ങനെ നിങ്ങൾ നാളികേരപ്പാൽ കൂട്ടിയിട്ട് ഇതൊക്കെ കഴിക്കണേന്ന്. പക്ഷെ നല്ല ടേസ്റ്റാണ് മക്കളെ അത് കഴിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കാര്യമൊക്കെ പറഞ്ഞ് വയറ് നിറയെ ഇരുന്ന് കഴിക്കാണ് കേട്ടോ. ഇപ്പോൾ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് കഴിക്കുക. അത് നേരത്തെ ആണെങ്കിൽ കഴിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കുറച്ചൊരു നേരമൊക്കെ വൈകി ഒരു 9, 9:30, 10 മണിയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലോണം വയറ് നിറച്ച് കഴിക്കും. ഇപ്പം ഞാൻ 3 എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് കഴിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ കൂടിയൊക്കെ കഴിഞ്ഞോട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളും കുറച്ച് റീൽസൊക്കെ കണ്ടിരുന്നപ്പോഴാണ് വീട്ടിലേക്ക് അമ്മ വിളിച്ചത്. അപ്പോൾ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് അനിയനും വൈഫൊക്കെ ഉണ്ട്. അപ്പോൾ പൂജുട്ടി ആ കുഞ്ഞിതിനെ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് കുറച്ച് നേരമൊക്കെ കാര്യം പറഞ്ഞിട്ട് വേഗം ഓടി വരാം അതിനെ കണ്ടിട്ട്. ഇപ്പോൾ ഏതായാലും ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ പോയിട്ട് അവരൊക്കെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാം. നാളെ മറ്റൊന്നേ ലീവാണല്ലോ. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ബാക്കി നമുക്ക് കണ്ടൻറ്റും ഷോർട്സ് കുറേ ഷോർട്സ് എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. ഏതായാലും വീട്ടിൽ പോയിട്ട് വേഗം കൂടി വരണം. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇനിയിപ്പോൾ അവിടെ പോയി വന്നിട്ടുള്ള കാര്യങ്ങൾ ഇതില്ലേ ക്ലിയർ ഇല്ലേ. അപ്പോൾ പോയി വന്നിട്ട് ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇനി പോവാം കേട്ടോ. ഇതിപ്പോൾ ഓർക്കാപ്പുറത്തുണ്ടായിരുന്ന ഒരു പ്ലാനാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് പോയി വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്മയും ഈ പറഞ്ഞ പോലെ അനിയൻ്റെ വൈഫൊക്കെ വിളിച്ചിട്ട് വരാൻ വേണ്ടി അനിയനൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എന്നാ ഏതായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അലിക്കാക്കാനെ വിളിച്ച് വേഗം ചാടി തുള്ളി അങ്ങോട്ട് പോയതാണ് കേട്ടോ. ഇനി ഇവിടെ കുട്ടികളുള്ളതുകൊണ്ട് ഭയങ്കര കാര്യം ഇപ്പോൾ വരാൻ വേണ്ടിയിട്ട് ചെറിയൊറ്റങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ചെറുതുണ്ട് കേട്ടോ. ഈ ചെറിയ കുട്ടികളെ എന്ന് പറഞ്ഞാൽ ജീവന ഈ കുഞ്ഞാപ്പിനെ കണ്ടിട്ടാണ് ഞങ്ങൾ ചാടിത്തുള്ളി വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അതിനോട് കാര്യമൊക്കെ പറഞ്ഞ് കളിയും ചെറിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ചെന്ന പാടൻ്റെ അമ്മ ദോശയും കടലക്കറിയും ഒക്കെ കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. അത് കൂടുതലും കൊണ്ടേയില്ലേ. അപ്പോൾ ഇപ്പം അതിനെ പറഞ്ഞാൽ പൂജ
എന്ത് ദോശ ആയിക്ക് വേണം കഴിക്കാം. കപ്പയും മൺപയർ കറി. ഞാനെന്തായാലും ചായ കുടിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അമ്മ പച്ചക്കറി വണ്ടി വന്നപ്പോൾ അതിന് പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സിത്തുമത് നോക്കി നിൽക്കുന്നുണ്ട് പൂജിട്ടൊക്കെ കേട്ടോ. ഇങ്ങനെ വണ്ടി ഇടയ്ക്കും തലയ്ക്കും വരികയാണെങ്കിൽ നല്ല സുഖമാണല്ലേ പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ 2-3 വണ്ടികൾ വരും ഇത്രേ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു നമ്മുടെ ഇവിടെയൊക്കെ വരികയാണെങ്കിൽ സുഖമായിരുന്നു, ഇങ്ങനെ വളാഞ്ചേരിക്ക് ഓടിപ്പോണ്ടല്ലോ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിക്കൂലി ലാഭമായല്ലോ എന്നുള്ളത്. ഇവിടെ എപ്പോഴും വരാറുണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞിത് ഈ കുഞ്ഞാപ്പീനെ കാണാൻ വേണ്ടിയിട്ടാണ് ഓടി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനോടൊക്കെ കാര്യം പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ അതിന് ഉറങ്ങണ സമയത്ത് നിന്നാണ് ഞങ്ങൾ ഉണർത്തിയെടുത്തത് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഉറക്കൻ്റെ മപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വലിയ പാടാണ്. നാളൊക്കെ നല്ല ചിരിച്ചിരുന്നു. ഇപ്പോൾ ഈ കഫക്കെട്ടൊക്കെ ആയതുകൊണ്ട് ആൾ കുറച്ച് ഉഷാർ കമ്മിയാണേ. ഞങ്ങൾ സിത്തുമ്മ പൊട്ടത്തിക്കാളി LKG-യിലാണ് പഠിക്കുന്നത്. UKG-യിലെ വയസ്സായിരുന്നു തള്ളയുന്നു. UKG-യിലാണ് ഗൈസ്. പല്ലൊക്കെ പോവും ഗൈസ്. തൊണ്ണിയമ്മയാവും ഗൈസ്. ഇവിടെ ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും വരില്ല, ഞങ്ങളിഷ്ടമല്ല ഗൈസ്. പിന്നെ ഇവിടുത്തെ ഒരു കുരുത്തക്കട ഉണ്ട്, പക്ഷെ അത് പുറത്ത് പറയാൻ പറ്റില്ല ഗൈസ്. ഞാൻ പറയും ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നാ നീ അങ്ങനെ ചെയ്യോ? എങ്ങനെയെന്നാ അപ്പം നമ്മളിവിടുത്തെ പറഞ്ഞാൽ അവർ കേൾക്കില്ലേ? പറയട്ടെ എന്നാ അങ്ങനെ അതിനൊക്കെ പറഞ്ഞ് കുറച്ച് റേഷനെ ആക്കിയിട്ട് ഞാനും അമ്മയും പൂജിറ്റും കൂടെ താഴെ കടയ്ക്ക് പോവാണ് കേട്ടോ. എന്താ വെച്ചാൽ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ. വരുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് കാര്യം പറഞ്ഞാൽ അലിക്കാക്കാനോട് സംസാരിച്ചിട്ട് വീട്ടിലെത്തി പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞു പോയത്. ഒരുപാട് വർഷമായിട്ട് ഞങ്ങളിങ്ങനെ ഇത് കൂടെ നടന്ന് പോയിട്ട് പണ്ടൊക്കെ കല്യാണം കഴിയുന്നതിൻ്റെ മുന്നേ നമ്മുടെ കൈ പിടിച്ചിട്ട് എവിടെ പോവുകയാണെങ്കിലും നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കടയിൽ പോവുകയാണെങ്കിൽ എവിടെ പോയാലും ഞങ്ങളുടെ നാട്ടിൽ കൈകോർത്ത അമ്മയും മകളും പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളെ കൈ കളിയാക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ കൈ പിടിച്ചിട്ട് കടയ്ക്ക് ആയിക്കോട്ടെ എവിടേക്ക് ആയിക്കോട്ടെ ഞങ്ങൾ രണ്ടാളാണ് എല്ലായിടവും പോകാണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം അമ്മയും കുട്ടി ഇപ്പോൾ പുറത്ത് പോകാറുണ്ട്. നമ്മൾ വണ്ടിയിലേക്കല്ലേ പോകാം. നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒരുപാടായി. അതുകൊണ്ട് കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ പഴയ കാര്യങ്ങളും ഓർമ്മകളൊക്കെ വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി വന്ന് വീട്ടിലെത്തിയ പാടന്നെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ചോറ് മുരിങ്ങാക്കറി ഉണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു അച്ചാറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ കൂട്ടിയിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പോഴേക്കും കണ്ണൻകുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് അവരുടെ കളിയൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു നല്ലൊരു ദിവസം എല്ലാവരും കൂടെ ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാനുള്ള സമയമായിട്ടോ. 11:30 പോകുന്നിട്ട് തിരിച്ച് 3:30 ഇങ്ങോട്ട് തിരിച്ചും കിടന്നെ പോരും. എന്നാലും ആ കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് അടിപൊളിയാണ്. അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്തിട്ട് പോരുകയാണ് കേട്ടോ. സിത്തുമ്പോൾ നമ്മുടെ കൂടെ വരാൻ വേണ്ടിയിട്ടാണ് ഈ ചിണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയപാട് അവൾക്ക് ഇങ്ങടന്നെ പോരേണ്ടി വരും. അതുകൊണ്ട് പിന്നെ നമ്മൾ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ പെട്ടുപോകും. അപ്പോൾ പിന്നെ ഒരു ദിവസം വരാൻ വേണ്ടിയൊക്കെ പറഞ്ഞ് സോപ്പ് ഇട്ടിട്ട് കൂടിയിരിക്കുക. അമ്മയ്ക്ക് എന്നത്തെയും പോലെ ഒരു ഉമ്മയും കൊടുത്ത് വണ്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് നേരെ പോരുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയും മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ, സീ യു.